ആരെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയെ വരിക നബിയെ. ഉറക്കമളച്ച് കാത്തിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു നടന്നു. ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നടക്കണ്ട നബിയെ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കുനിഞ്ഞു നിന്നു. എന്റെ ചുമലിലേക്ക് കയറി നബിയെ. എന്താ അബൂബക്കറെ പറയുക? പാതിരാത്രിയിലെ അനുരാഗത്തിന്റെ അടയാളമാണിത്. എന്താ അബൂബക്കറെ പറയുക? അങ്ങെങ്ങാനും മണലാരണ്യത്തിലൂടെ നടന്നുപോയാ അങ്ങയുടെ കാൽപ്പാടത്തിന്റെ അടയാളം പിന്തുടർന്നിട്ട് ഖുറൈശികൾ പുറകെ വരും നബിയെ. അതുകൊണ്ട് അങ്ങ് നടക്കുന്ന നബിയെ, എന്റെ ചുമലിലോട്ട് കയറുക. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പാതിരാ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുനിഞ്ഞു നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ചുമലിൽ കയറി. ഒരു പാതിരാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഹബീബിനെയും വഹിച്ചുകൊണ്ട് മണലാരണ്യത്തിന്റെ മുകളിലൂടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി വെച്ച്, നേരെയല്ല, ഒരു കാൽ ഇങ്ങോട്ട് വെക്കും, മറുകാല് മറുത്തോട്ട് വെക്കും. മക്കാ ഖുറൈശികൾ പുറകെ പിന്തുടർന്ന് വരരുത്. അല്ലാഹുവിന്റെ റസൂലിനെ ചുമലിലേറ്റി നടന്നുപോയി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒന്നാലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ ചുമലിലേറ്റി പാതിരാ സമയത്ത് നടന്നു. ഈ ഒരു ത്യാഗമല്ലേ നമ്മളെ മുസ്ലിമാക്കിയത്? എന്നിട്ട് നമുക്ക് ആ റസൂലിനോടെന്ത് ഹുബ്ബാ ഉള്ളത്? തൽസിർ റസൂല വഅന്ത തതിരുബു ഹുബ്ബഹു ഫയാല അംരി ബിൽ ഖിസാലി ബദീഉ. ഹുബ്ബ് പറയുന്നുണ്ട്, പക്ഷേ പ്രവർത്തനം വൈകല്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒട്ടകത്തിക്ക് നിർത്തി. റസൂലുള്ളാഹിനെ ചുമലിൽ നിന്ന് ഒട്ടകത്തിൽ വെച്ചു. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. പോവുകയാണോ നബിയെ? എന്നെ കൂട്ടുന്നില്ല നബിയെ. ഒന്നും മിണ്ടിയില്ല. ഇരുളിന്റെ ഇടനാടിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ള ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, കൂടെ കൊണ്ടുപോകുമോ എന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വിടാനും മനസ്സില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ സുഹബ, സഹവാസം വേണോ? ഒറ്റ മറുപടി, നിഅമ സുഹബത്തു യാ റസൂലല്ലാഹ്. സുഹബത്ത് മതി നബിയെ. രണ്ടേ വാക്ക്. എന്നാ കേറിക്കോ അബൂബക്കറെ. ഒട്ടകപ്പുറത്ത് കയറി രണ്ടുപേരും കൂടി പോവുകയാണ് മരുഭൂമിയിലേക്ക്. ആ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ദാഹിക്കുന്നു, തൊണ്ട വരളുന്നു. അബൂബക്കറെ, ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് നോക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹിനെ ഇരുത്തി തൊട്ടടുത്ത മലയടിവാരത്തിലേക്ക് നടന്നുപോയി. എന്റെ ഹബീബിന് ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്നറിയാൻ അവസാനമാണ് ഒരു കൊച്ചു കുടിലെത്തിയത്. ആ കുടിലാണ് ഉമ്മു മഅബദിന്റെ കുടില്. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ടില്ല. മലയടിവാരത്തിലെ കുടിലെത്തി. എന്റെ നായകൻ ഇരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഉമ്മു മഅബദ് പറഞ്ഞു, എന്റെ വീട്ടിൽ വെള്ളമില്ല. പല്ലാട വിശന്നനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതാ മറുഭാഗത്ത് ആട്ടിൻകുട്ടി നിൽക്കുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് ഇത്തിരി ആട്ടുംപാല് കറന്നു തരുമോ? ഉമ്മു മഅബദ് പറഞ്ഞു, എന്നെ ആടിന് തീറ്റയില്ലാതെ എത്ര നാളുകൊണ്ട് ആടിന്റെ അകിട്ടില് ഈ പാല് വറ്റിപ്പോയിരിക്കുകയാണ്. എന്റെ ആടിന്റെ അകിട്ടില് പാല് വറ്റിപ്പോയി. സഹോദരങ്ങളെ, നിരാശയോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. സഹോദരങ്ങളെ, അബൂബക്കറെ, വെള്ളമില്ലേ? ഇല്ല നബിയെ. ആ വീട്ടിലൊരു ആട്ടിൻകുട്ടിയുണ്ട്, പക്ഷേ കറവ വെട്ടിപ്പോയി നബിയെ. അല്ലാഹുവിന്റെ റസൂല് മെല്ലെ നടന്നു. ഉമ്മു മഅബദിന്റെ വീടിന്റെ മുമ്പിൽ ലോകത്തിന്റെ പുതിനാവിന്റെ വെളിച്ചമെത്തി. ഉമ്മു മഅബദിന്റെ വീട് പ്രകാശിച്ചു. എവിടെ ആടെവിടെ? ദായിരിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ റിസാലത്തിന്റെ കരം കൊണ്ട് ആടിന്റെ അകിട്ടിൽ തൊടുമ്പോ സഹോദരങ്ങളെ, അകിട് ചുരത്താൻ തുടങ്ങി, പാല് വരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ആവോളം കുടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. ആളുകൾ മുഴുവനും വഴിപോക്കൽ മുഴുവനും കുടിച്ചു. അവസാനം ഉമ്മു മഅബദിനോട് പറഞ്ഞു, പാത്രം കൊണ്ടുവാ. ആ വീട്ടിലുള്ള സർവ്വപാത്രവും കൊണ്ടുവന്നു. അതിൽ മുഴുവനും പാല് നിറഞ്ഞു. സഹോദരങ്ങളെ, റഫീഖൈനി കാലാ ഖൈമത്തൈ ഉമ്മി മഅബദി. റഫീഖൈനി, രണ്ടു കൂട്ടുകാർ. ഒന്ന് സിദ്ദീഖ്, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി കൈരൂരത്തിന്റെ സമയത്ത്, ഉച്ചയിറക്കത്തിന്റെ സമയത്ത് ഉമ്മു മഅബദിന്റെ കുടിലെത്തി. ആ കുടില് പിന്നെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ കുടിലായി.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഉമ്മ മഅബദ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് ആടിന്റെ പാലും കുടിച്ച് മറന്നുപോയ സ്ഥലം മറന്നുപോയ ഉമ്മ മഅബദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ആടിന്റെ പാലും കുടിച്ച് ക്ഷീണം മാറ്റി അള്ളാന്റെ റസൂല് നടന്നു പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോ സഹോദരങ്ങളെ മക്കക്കാർ ഇനാം പ്രഖ്യാപിക്കുക. മുഹമ്മദിനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയ മുഹമ്മദിനെ ജീവനോടെ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുമ്പോ ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം കുതിച്ചു പായുകയാ. അവസാനം ഒരു അഭയത്തിന് വേണ്ടി സൗർ ഗുഹയിലെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തലവെച്ച് അല്ലാഹുവിന്റെ റസൂൽ മയങ്ങുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സീരമിണ്ടൂരിയിട്ട് തന്റെ എല്ലാ മാളവും അടച്ചു കളയുമ്പോ അവസാനം ഒരു മാളം അടക്കാൻ തുണിതകയാണ്. തന്റെ കാലിന്റെ വിരൽ കൊണ്ട് മാളമടച്ചു വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മടിയിൽ കിടന്ന് മയങ്ങുകയാ. ലോകത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം ഏറ്റവും വെളിച്ചമില്ലാത്ത തൗറിൽ വരട്ടെ സഹോദരങ്ങളെ സഹോദരങ്ങളെ. ആ സമയത്താണ് പെരുവിരലിൽ പാമ്പ് കടിക്കുക. ആ പാമ്പിനെ എങ്ങനെയാ കുറ്റം പറയുക? ആ പാമ്പ് അനുരാഗിയായ പാമ്പല്ലയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ തള്ളവിരലിൽ കടിച്ച പാമ്പേടാ സഹോദരങ്ങള്. 500 വർഷക്കാലം മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇഞ്ചിയിലോതിയിട്ട് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, 500 വർഷങ്ങൾക്കപ്പുറം അഹ്മദ്, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നാണെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പറഞ്ഞു കൊടുത്ത സുവിശേഷം കേട്ട പാമ്പാണിത്. അന്ന് മുതൽ സഞ്ചരിക്കാൻ തുടങ്ങിയടാ. അള്ളാന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കുകയാണ്, പാമ്പ് കാണുന്നില്ല. അവസാനമാണ് അറിയുന്നത് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലോട്ട് പോകുന്ന വഴി സൗർ ഗുഹയിൽ അള്ളാന്റെ റസൂലുണ്ടെന്ന്. സഹോദരങ്ങളെ, ഒരു ജന്മം മുഴുവനും മഹബൂബിനെ ഹബീബിനെ അന്വേഷിച്ച് നടന്ന മഹബൂബായ പാമ്പ് കടന്ന് വരുമ്പോഴല്ലേ കാണാൻ അള്ളാന്റെ റസൂലിനെ കാണാൻ പോവുകയാ. ഒരു ആയുസിന്റെ ആഗ്രഹം സാഫല്യമാവുകയാ. എന്റെ ഹബീബിനെ കാണുകയല്ലേ, എന്റെ ഹബീബിനെ കാണാൻ പോവുകയല്ലേ. ോടെ പാഞ്ഞു വരുമ്പോഴാ മാളത്തിന്റെ ഭാഗത്തൊരു തള്ളവരണിരിക്കുന്നത്. എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാനുള്ള തടസ്സം അബൂബക്കറിന്റെ കാലാണെന്ന് പാമ്പിനറിയണ്ട. ആ തടസ്സത്തിനാഞ്ഞുകൊത്തി ആ പാമ്പിനെ കുറ്റം പറയുന്നത് എങ്ങനെയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കൊത്തിയ പാമ്പിനെ എങ്ങനെയാ കുറ്റം പറയുക? ആ പാമ്പ് അനുരാഗിയല്ലയോ? ആ പാമ്പ് അനുരാഗിയല്ലയോ? സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു തആല കാല് ഭരിച്ചില്ല. കണ്ണുനീർത്തുള്ളി ലോകത്തിന്റെ ഏറ്റവും വലിയ സുന്ദര വദനത്തിലേക്ക് പെയ്തിറങ്ങി. അബൂബക്കറെ കരയുന്നതെന്താ? നബിയെ, തള്ളവരലിൽ പാമ്പ് കൊത്തി നബിയെ. അവിടുത്തെ റിസാലത്തിന്റെ ഉമിനീരെടുത്ത് രക്തം കിനിയുന്ന തള്ളവരലിലേക്ക് ചേർത്തു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സാന്ത്വനിപ്പിക്കുമ്പോ ആ സമയത്താണ് മുകളിൽ കാൽപരിമാറ്റം കേൾക്കുക. 100 ഒട്ടകത്തെ മേടിക്കാനുള്ള ആഗ്രഹത്തോടെ മക്കാ ഖുറൈശികൾ സൗർ ഗുഹയുടെ മുകളിലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മേലോട്ട് നോക്കുമ്പോ മക്കാ ഖുറൈശികളുടെ കാലാ കാണുക. നബിയേ യാ റസൂലല്ലാഹ് ലൗ നദറു ഇലാ ഖുദാമിഹിം ലഅബ്സറനാ യാ റസൂലല്ലാഹ്. അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയ, ഗുഹയുടെ മുകളിലാണ് നിൽക്കുന്നത്, അവരൊന്ന് താഴോട്ട് നോക്കിയ, കണ്ണൊന്ന് താഴോട്ട് പാഞ്ഞ, കൃഷ്ണമണിയൊന്ന് താഴോട്ട് ചലിച്ച, ലഅബ്സറനാ യാ റസൂലല്ലാഹ്, നമ്മളെ കണ്ടുപിടിക്കില്ല നബിയെ. അബൂബക്കറെ റളിയല്ലാഹു അൻഹു ഇവിടേക്ക് നോക്ക്. അബൂബക്കറെ സൗർ ഗുഹയുടെ വലതു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. അള്ളാന്റെ റസൂല് പറഞ്ഞ അബൂബക്കറെ, അവര് വന്ന നമ്മൾ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഓടി രക്ഷപ്പെടും. അബൂബക്കറെ, സൗർ ഗുഹയുടെ താഴെ എവിടെ കോടി നബിയെ?
കേട്ടുകൊള്ളുക അബൂബക്കറേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ ഓടി രക്ഷപ്പെടും. അള്ളാന്റെ സ്വർഗത്തിലേക്കോ വലതു ഭാഗത്തോട്ട് നോക്ക അബൂബക്കറേ. അള്ളാന്റെ റസൂല് വലതു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോ ഹിറാ ഗുഹയുടെ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗം കണ്ടു. ആ സ്വർഗത്തിന്റെ അരുവികൾ കണ്ടു, ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടു. പിടിച്ചാല് നമ്മൾ സ്വർഗത്തിലേക്ക് ഓടി രക്ഷപ്പെടും അബൂബക്കറേ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, മക്കാ ഖുറൈശികൾ മുകളിലാണ്. കൃഷ്ണമണി താഴോട്ടൊന്ന് ചലിച്ചാല് നബിയെ കാണാം. പക്ഷെ അവര് കണ്ടതെന്താ? വളന്നുൽ ഹമാമ വളന്നുല്ലൻ കബൂതര. കാണുന്നത് മാടപ്രാവിനെയാണ്, കാണുന്നത് ചെലന്തിയെയാണ്. ചെലന്തി കൂട് കെട്ടുന്ന ഗുഹയ്ക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടാകുമോ? പ്രാവ് കൂട് കൂട്ടുന്നിടത്ത് മനുഷ്യനുണ്ടാകുമോ? ഇല്ല, ഇല്ല. ഈ ഗുഹയുടെ ഉള്ളിൽ മുഹമ്മദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി മക്കാ ഖുറൈശികൾ.